നമസ്കാരം. പുതിയ സിനിമകൾ തിയേറ്ററിൽ വരുന്ന ദിവസം എങ്ങനെയെങ്കിലും കാണണം എന്ന വാശിയുള്ള ആളായിരുന്നു ഞാൻ. ജയൻചേട്ടൻ്റെ പുതിയ വെളിച്ചവും അങ്ങാടിയും പിന്നെ പടയോട്ടവും ഒക്കെ വീട്ടിലറിയാതെ ക്യൂവിൽ നിന്ന് ജീവൻ മരണ പോരാട്ടം നടത്തി ആദ്യ ദിവസം തന്നെ കണ്ട സിനിമകളായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്താ പറയുക, പുതിയ വെളിച്ചത്തിന് ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കാൻ ഒരു 3 പേരോ 4 പേരോ ഉള്ള പോയപ്പോൾ ഫുള്ളായി. ആ ക്യൂവിൽ നിന്ന് നിങ്ങളാണെങ്കിൽ ഇപ്പം നിൽക്കുമോ? 2.5-3 മണിക്കൂർ ഒരേ നിൽപ്പ് നിന്ന്. മുമ്പിൽ ഒരു 6 പേര് നിൽപ്പുണ്ട്, 5 പേര് നിൽപ്പുണ്ട്, 6-അവനായിട്ട് ഞാൻ നിന്നു. അടുത്ത് ആ അങ്ങാടി പുതിയ വെളിച്ചം അങ്ങാടിയുമാണ്, പത്മനാഭയിലാണ്. ആ പടം മുഴുവൻ കളിച്ച് അത് പോയ ശേഷം തുറന്നപ്പോൾ ടിക്കറ്റ് എടുത്ത് കണ്ടിട്ട് വീട്ടിൽ പോയിട്ടുള്ള ചരിത്രമുണ്ട് എനിക്ക്. അതുപോലെ ന്യൂ തിയേറ്ററിൽ എന്താ പറയുക, ഇരുമ്പഴികൾ എന്ന് പറഞ്ഞൊരു പടം, ജയൻ, നസീർ സാർ, KP ഉമ്മർ. അതിലെനിക്ക് തോന്നുന്നു ജയൻ്റെ കയ്യിലോ ഉമ്മറിൻ്റെ കയ്യിലോ 2 റിവോൾവറുണ്ട്. ഇവർ 3 പേര് നിൽക്കുന്നൊരു പോസ്റ്ററാണ് ഇരുമ്പഴികൾ എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നത്. അത് കാണാനായിട്ട്, ആദ്യ ഷോ കാണാനായിട്ട് ന്യൂ തിയേറ്ററിലാണെങ്കിൽ നെടുന്ന് അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ഗുഹ പോലെയാണ് ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടർ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ അത് പൊളിച്ചു കളഞ്ഞെന്നോണം. അതിലിതുപോലെ വായു കിടക്കേയില്ല, അതിനകത്ത് ഇങ്ങനെ നിൽക്കുക. ടിക്കറ്റ് കൊടുക്കാനുള്ള ബെല്ല് മുഴങ്ങിയതും ഇവിടെ ഒരു കോളനിയിലുള്ള കുറേ കൂതറ ചെറുക്കന്മാർ ഈ മുകളിലത്തെ കമ്പിയിൽ തൂങ്ങി വരികയാണ്. അപ്പം താഴെ നിൽക്കുന്നത് നമ്മുടെ ഷോൾഡർ ചവിട്ടിയാണ് പോണേ. എന്തെങ്കിലും പറഞ്ഞാൽ അടിക്കും. അങ്ങനെ ചവിട്ടി ഞെരിച്ചോണ്ട് പോയതിനിടയിൽ എൻ്റെ കയ്യിലിരുന്ന ചോറ് പാത്രവും ബുക്കും എല്ലാം തെറിച്ചു പോയി. കുനിഞ്ഞു പോലും എടുക്കാക്കില്ല, കുനിയാൻ പറ്റില്ല, അതാണ് പ്രശ്നം. അത്ര ടൈറ്റായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ടിക്കറ്റ് കിട്ടി. ഇരുമ്പഴികൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ പുസ്തകങ്ങളോ ബുക്കോ അല്ലെങ്കിൽ ചോറ് പാത്രമോ പോയതൊന്നും ഞാൻ ഓർത്തതേയില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു കാലം എനിക്കുണ്ടായിരുന്നു. ഈ ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു വർഗം തിയേറ്ററുകളെല്ലാം കൈപ്പിടിയിലാക്കുന്ന കാലത്താണ് ആദ്യ ദിവസം സിനിമ കാണുന്ന പരിപാടി ഞാൻ നിർത്തിയത്. ഇപ്പോൾ ആരുമില്ലാതെ കയറുക എന്ന് വിളിക്കുന്ന പോലെ ആരുമില്ലാതെ തിയേറ്ററിൽ കിടക്കുമ്പോൾ മാത്രമേ ഞാൻ പോയി കാണാറുള്ളൂ. ചാക്ക് കണക്കിന് ഈ നിറക്ക് വീഴാത്ത ടിക്കറ്റ് കിട്ടുമല്ലോ ഏജൻസിയിൽ അവിടെ നിന്ന്. ആ ടിക്കറ്റ് അവർ കത്തിച്ച് കളയാനായിട്ട് ചാക്ക് വെച്ചിട്ട് അതിൽ നിറയ്ക്കും. ആ ചാക്കിൽ നിറയ്ക്കുന്ന ടിക്കറ്റ്, ലോട്ടറി ടിക്കറ്റ്, എടുക്കാത്ത ടിക്കറ്റുകൾ എടുത്തുകൊണ്ട് വന്ന് ചന്നം പിന്നെ വലിച്ചു കീറിയിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇഷ്ടനടൻ സ്ക്രീനിലേക്ക് വരുമ്പോൾ ബാൽക്കണിയുടെ മേളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പൂവാരി എറിയുമ്പോൾ എറിയുക. നമ്മൾ ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാലിനെ ഒന്നും സ്ക്രീനിൽ കാണാക്കില്ല. കുറേ നേരത്തേക്ക് ഈ പേപ്പർ മാത്രമേ കാണുള്ളൂ സ്ക്രീനിൽ. ഒരു ഡയലോഗും നമുക്ക് കേൾക്കാൻ പറ്റാത്തത്ര ശബ്ദത്തിൽ ബഹളമുണ്ടാക്കുക. ഇതൊക്കെ ആയിരുന്നു ഒരു കാലത്തെ കലാപരിപാടികൾ. പോസ്റ്ററുകൾ കീറുക, ചാണകം തേക്കുക, ഇങ്ങനെ ഭയങ്കര കുഴപ്പമായിരുന്നു. കഴിഞ്ഞ 10-15 വർഷമായി ഈ വെട്ടിവെളികളുടെ ശല്യം ഇത്തിരി കുറവായിരുന്നു. പുതിയ തലമുറയിലെ പലരും കയറി വരികയും ചെയ്തു. മമ്മൂട്ടി മോഹൻലാൽ മാത്രമല്ല എന്നുള്ളൊരവസ്ഥ വന്നല്ലോ. ദിലീപ് അടക്കം ഒരുപാട് പേര് കയറി വന്നു. ഫഹദ് ഫാസിൽ അടക്കം, ദുൽഖർ അടക്കം ഒരുപാട് പേര് വന്നുകൊണ്ടായിരിക്കാം ഈ ഫാൻസ് എന്ന് പറയുന്ന വെട്ടുകളികളുടെ ശല്യം കുറവായിരുന്നു. അതിന് പകരം തങ്ങളുടെ ഇഷ്ട നടൻ്റെ ജന്മനാൾ ആഘോഷിക്കുക, ചാരിറ്റികൾ ചെയ്യുക, അതൊക്കെ ആയിരുന്നു കുറേ കാലമായിട്ട്. ഇപ്പോൾ വീണ്ടും ഫാൻസിൻ്റെ രോഗം തലപൊക്കുകയാണ്. ഫേസ്ബുക്കിലൂടെയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും യുദ്ധം തുടങ്ങിയിരിക്കുന്നത്. മമ്മൂട്ടിയുടെ അസുഖവും മോഹൻലാലിൻ്റെ സിനിമകളിൽ ജനപ്രിയമാകുന്നവയുടെയും റിലീസുമൊക്കെ വാതുവയ്പും തെറിവിളിയും കണക്ക് നിരത്തിലും ഒക്കെയായി വീണ്ടും തല പൊന്തുകയാണ് ഫാൻസുകാർ. തിയേറ്റർ റിലീസിൽ നഷ്ടമായിരുന്ന ദേവദൂതനടക്കം മോഹൻലാൽ ചിത്രങ്ങളുടെ റിലീസ് വലിയ ഹൈപ്പ് ഉണ്ടാക്കുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. രാവണപ്രഭുവിൻ്റെ വരവ് എരുതിയിൽ എണ്ണ ഒഴിച്ച അവസ്ഥയിലാകുന്നു. എന്തൊക്കെയായാലും ആൻ്റണി പെരുമ്പാവൂരിന് കുറച്ച് കോടികൾ ഉണ്ടാക്കി കൊടുക്കും രാവണപ്രഭു എന്ന സ്ഥിതിയിലാണ്. നല്ല കളക്ഷനാണ് ഇത്രയും കോരിച്ചൊരിയുന്ന മഴയ്ക്കിടയിൽ പോലും. ലാലിൻ്റെ ഒരു സിനിമയും വ്യക്തമായ കളക്ഷൻ ഇല്ല എന്നും ആദ്യ ദിവസങ്ങളിൽ ഫാൻസ് തൊഴിലാളികളുടെ കുറേ അന്യ സംസ്ഥാന തൊഴിലാളികളെ രംഗത്തിറക്കി ഓളമുണ്ടാക്കുകയാണെന്നും ലോകയുടെ മുന്നിൽ ഹൃദയപൂർവ്വം വീണു മക്കളെ, ഇങ്ങനെയൊക്കെ പോവുകയാണ് ഫേസ്ബുക്കിലെ എഴുത്തുകൾ. വല്ല കാര്യമുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതിപ്പോൾ രഞ്ജിത്തിനോട് ചെന്ന് പറയുമോ? തുടരും എന്ന് പറഞ്ഞ പടത്തിന് 10 പൈസ കിട്ടിയിട്ടില്ല, താൻ പിച്ചക്കാരനായി നിൽക്കുകയാണ്, എന്നിട്ട് കള്ളം പറയുന്നതാണ്
200 കോടി രൂപയ്ക്ക് പടം ഓടി, 260-70 കോടിക്ക് ഓടി എന്നുള്ളത് കള്ളമാണെന്ന് പറഞ്ഞ് വിശ്വസിക്കും. ഇങ്ങനെയൊക്കെയാണ് എഴുതി വിടുന്നത്. ആലോചിച്ച് നോക്കൂ. പഞ്ചാബ് ബംഗാളികളെയൊക്കെ കയറ്റിയാണെന്ന് ഫാൻസ് അസോസിയേഷൻകാർ തിയേറ്റർ നിറയ്ക്കുന്നത്. എടാ, ഞാനൊരു മോഹൻലാലിൻ്റെ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഒരു പുതിയ ഇപ്പോൾ സാമ്രാജ്യം റിലീസ് ചെയ്യുന്നതിൻ്റെ ഞാൻ അവിടെ നിൽക്കാം. എനിക്ക് ആദ്യ ഷോയ്ക്ക് ഒരു ടിക്കറ്റ് എടുത്ത് തരുമോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാ കഥകൾ പറയുന്നത്? മോഹൻലാലിൻ്റെ പടങ്ങളൊന്നും ഓടുന്നില്ല എന്ന്, അതെല്ലാം ഈ ബംഗാളികളെ കയറ്റി ഫാൻസുകാരാണ് ഓടിക്കുന്നതെന്ന്, അങ്ങനെയുള്ള തെമ്മാടിത്തരങ്ങളൊന്നും പറയരുതെന്നേ. ഇനിയിപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും ഒത്തുള്ള പാട്രിയറ്റ് എന്ന് പറഞ്ഞൊരു സിനിമ വരികയാണല്ലോ. എനിക്ക് പറയാനുള്ളത്, തിയേറ്ററുകാർ സൂക്ഷിക്കുക. എന്തും ചെയ്യും അവന്മാർ, ഈ ഫാൻസുകാർ. രണ്ടിൻ്റെയും കൂടെ ആകുമ്പം ഭ്രാന്താവും. ആദ്യത്തെ ഒരു 10-15 ദിവസം തിയേറ്ററിൻ്റെ നടയിലേക്ക് പോകാതിരിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലതെന്ന് ഞാൻ പറയും. ചിലർക്ക് പക്ഷേ പടം വന്നാൽ അന്ന് തന്നെ കാണണമെന്നുള്ളതുകൊണ്ട് ചെന്ന് യുവമാരുടെ ഇടയിൽ ചാടിക്കൊടുക്കും. ഇത് നിയന്ത്രിക്കേണ്ടതാണെന്നാണ് എൻ്റെ പക്ഷം. ഈ ഫേസ്ബുക്കുകളിലൂടെയൊക്കെ മോഹൻലാലിനെ തെറി വിളിച്ചെഴുതുന്നതും തിരിച്ച് മമ്മൂട്ടിയെ വിളിക്കുന്നതും, ഇപ്പോൾ മോഹൻലാലിനെ വിളിക്കുന്നതാണ് ഫാഷൻ. കാരണം അയാളുടെ ഈ റിലീസുകൾ നന്നായിട്ട് ഓടുന്നതുകൊണ്ടായിരിക്കണം. വളരെ മോശമായ ഭാഷയിൽ ഇവിടെ ലോകം ഓടുന്നില്ല എന്ന് ആരെങ്കിലും പറയുന്നു? അതിന് സത്യനന്ദിക്കാൻ്റെ ഹൃദയപൂർവ്വം പൊളിഞ്ഞുപോയി എന്ന് പറയേണ്ട, തിയേറ്ററിൽ ആളേ ഇല്ല എന്ന് റിലീസ് ചെയ്ത ദിവസം. ഇങ്ങനെ ശുദ്ധ നുണകളൊക്കെ പറഞ്ഞ് എന്തിനാണ് വെറുതെ വടി കൊടുത്ത് അടി വാങ്ങിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സിനിമ ഡയറി എന്നാണ് ഞാൻ ആദ്യം പേരിടാനിരുന്നത്, പിന്നെയാണ് അത് വാരഫലം എന്നാക്കിയത്. കാരണം സാഹിത്യ വാരഫലം കൃഷ്ണൻ നായർ സാറിന് ഓർമ്മ വന്നപ്പോൾ സിനിമ വാരഫലം എന്നിടാമെന്ന് വിചാരിച്ച് മാറ്റിയാണ്. പക്ഷെ നാക്കിലെപ്പോഴും സിനിമ ഡയറി എന്ന് പറഞ്ഞ് വരുന്നു. ഇവിടെ ക്രോസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 2 ഇനം ബീജങ്ങൾ ചേർന്നുണ്ടാക്കുന്നതിന് നമ്മൾ ക്രോസ് എന്ന് പറയും. നീ പശുവിനെ ചേർത്തടയോ, എങ്ങനെ ഞാൻ ജേഴ്സിയിൽ ക്രോസ് ചെയ്തു എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതുപോലെ ക്രോസിൽ ഉണ്ടായ ജന്മം കൊണ്ട ഒരു നടിയുണ്ടായിരുന്നു ഇവിടെ. സീരിയലുകളാണ് കൂടുതലും ചെയ്തത്, ചില സിനിമകളിലും ഉണ്ടായിരുന്നു. ചട്ടമ്പിയായിട്ടൊക്കെ ചെയ്യാൻ നന്നായിട്ട് ചെയ്യുന്ന നടിയായിരുന്നു, യുവനടി. അച്ഛൻ മലയാളിയോ അമ്മ നേപ്പാളിയോ അങ്ങനെ എന്തോ ആണ്. സീരിയലിലെ വില്ലത്തി വേഷമൊക്കെ മനോഹരമായി ഈ കുട്ടി ചെയ്യുമായിരുന്നു. ഇവളുടെ വില്ലത്തിയെ കാണാനായി മാത്രം ചില പരമ്പരകൾ കുത്തിയിരുന്ന് കാണുന്ന വായ്നോക്കികളെ അറിയാമായിരുന്നു. കാരണം ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് പറയുന്നത്. കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന് പറഞ്ഞ കണക്ക് അഭിനയ പ്രശസ്തി വെച്ച് ഈ കൊച്ച് നന്നായിട്ട് ശരീരം വിറ്റെടുത്തു, നല്ല കാശ് സമ്പാദിച്ചു. ദോഷം പറയരുത്, നല്ല പണം ഉണ്ടാക്കി. ഒരു നാൾ ഇതുപോലെ ഈ യുവനടിയെ കൊണ്ടുപോയവൻ നന്നായി മദ്യം കുടിപ്പിച്ചു. മദ്യം കുടിക്കാനൊന്നും ഒരു മടിയില്ലാത്ത പെൺകുട്ടിയാണ്. ഫിറ്റായി രണ്ടുപേരുടെയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിറന്ന പടി കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോൾ ആദ്യം കൊണ്ടുപോയവൻ്റെ ലെക്ക് വിട്ടു, അല്ലെങ്കിൽ കെട്ടുവിട്ടു. അവൻ കണ്ണുറന്ന് നോക്കുമ്പോൾ പിറന്ന പടി ശ്രീകൃഷ്ണ ആനിലി കിടക്കും പോലെ നമ്മുടെ നടി കിടന്നുറങ്ങുകയാണ്. അവൻ ചകന്ന് ഒരു 7 സ്റ്റില്ലങ്ങെടുത്ത് നൂടായിട്ട് കിടക്കുന്നതിൻ്റെ കുറച്ച് വീഡിയോ എടുത്തു. ബോധം വന്നപ്പോൾ അയ്യേ ചേട്ടാ, അങ്ങനെ സംസാരിക്കുള്ളൂ കേട്ടോ, ചേട്ടാന്ന് വിളിക്കില്ല, ചേട്ടാ എന്തൊക്കെയാ ഇന്നലെ കാറ്റിയത്, ഇന്നലെ എന്തൊക്കെയാ കാണിച്ചെന്ന് കാറ്റിയത്, എനിക്കങ്ങ് നാണം വന്നു ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് എല്ലാം വാരിച്ചൂറ്റി കാശും വാങ്ങി അവളങ്ങ് പോയി. കാര്യം കഴിഞ്ഞല്ലോ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ബോറിന് ഇരിക്കപ്പുറതിയില്ല. ഇപ്പം സത്യനന്ദിക്കാരൻ്റെ രസതന്ത്രം എന്ന് പറഞ്ഞ പടത്തിൽ ഇന്നസെൻ്റ് ചെയ്ത മണികണ്ഠൻ മേശ്രി നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. മണികണ്ഠൻ മേശ്രിക്ക് ഈ മോഹൻലാലിൻ്റെ പ്രേമം കൊണ്ട് കിടക്കുന്ന വേലായുധം കുട്ടി അല്ല എന്നും അത് പെണ്ണാണ്, കൺമണിയാണെന്ന് ആരുടെയെങ്കിലും ഒന്ന് പറയണം. അതുകൊണ്ടൊരു മനസ്സമാധാനം ഇല്ല. അവസാനം മണികണ്ഠൻ മേശ്രി കാട്ടിപ്പോയി നിന്നിട്ട് വേലായുധം കുട്ടി അല്ല, അല്ലെങ്കിൽ വേലായുധം കുട്ടി അല്ല കൺമണി ആണ് അവളൊന്ന് വിളിച്ചു പോകുമ്പോഴാണല്ലോ പോലീസ് പൊക്കിക്കൊണ്ട് പോണേ. ഈ പറഞ്ഞപടി ഈ പിറന്ന പടിയുള്ള ഫോട്ടോകൾ ആർക്കെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കണം എന്ന് മറ്റേ ആ ബോറൻ ചെറുക്കന് തോന്നി. കാണിക്കുകയല്ല, അടുപ്പമുള്ളവർക്കൊക്കെ അയച്ചു കൊടുത്ത് അവൻ രോമാഞ്ചം കൊണ്ടു. കളഞ്ഞു തിരിഞ്ഞ് ഈ ഫോട്ടോകൾ അപ്പോൾ ഈ ക്രോസിനെ സ്നേഹിക്കുന്നവൻ്റെ ഫോണിൽ വന്നു. വേറത്തെ ഒരു വായി നോക്കി പ്രേമിക്കുകയായിരുന്നപ്പോൾ അവൻ്റെ ഫോണിൽ ഈ പിറന്നപടി കിടക്കുന്ന ഫോട്ടോ വന്നു. അവനത് ഭംഗിയായി ആദ്യം കണ്ട് ആസ്വദിച്ചു. എന്നിട്ട്
ഈ നടിയെ ഈ കുറച്ച് മലയാളം പറയണ ഈ ക്രോസിന് കാണിച്ചു കൊടുത്തു. ഇതാരാ എന്നവൻ ചോദിച്ചു. അവളെന്ത് ചെയ്യുന്നറിയാം, വളരെ കൂളായിട്ട് ആസ്വദിച്ച് ഫോട്ടോകളിൽ തന്നെ കണ്ണു നട്ടിരുന്നു കുറേ നേരം. അവൾ ആലോചിക്കുന്നത് ആരുടെ പേപ്പർ എടുത്തതെന്ന് ആലോചിച്ചായിരിക്കും. പക്ഷെ അവൾ ഫോട്ടോ ആസ്വദിക്കും പോലെ നോക്കിയിരുന്നു. എന്നിട്ട് ഇപ്പോൾ പ്രസൻറ്റ് ടൈമിലുള്ള കാമുകനോട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളൊരു ചോദ്യം ചോദിച്ചു. ഷോ, ഇതാരാ ചേട്ടാ, ശരിക്കും എന്നെ പോലെ ഉണ്ട്, ശരിയല്ലേ എന്ന് ചോദിച്ചു. കാമുകൻ ബോധം കെട്ട് വീണില്ല എന്നേ ഉള്ളൂ. ഇത്രയും ബുദ്ധി നോക്കൊണ്ടെന്ന് അവന് തോന്നിയില്ല. അവൾ പൂളാറ്റ് കേൾക്കാണ്. ചേട്ടാ എന്നെ പോലെ ഉണ്ട് അല്ലേ ചേട്ടാ, ആരുവൾ എന്ന് ചോദിച്ചു. അവ ആകെ ബോധം കെട്ടു. ഇത്ര ഉള്ളെന്നേ. പലർക്കും അതറിയില്ല, അതാണ് പ്രശ്നം. അതിലൊരാളാണ് അങ്കമാലിസ് ഡയറി എന്ന് പറഞ്ഞ സിനിമയിലെ നായികയായിരുന്ന അന്ന രാജൻ. അന്ന കൂടെ മെലിയും, പിന്നെ തടിച്ച് ചീർക്കും. ഹാഷിമോട്ടോ തൈറോയിഡ് ഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖമുള്ള ആളാണെന്ന് പറയുന്നു. ഈ അസുഖമൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണേ. അജിനാമോട്ടോ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഹാഷിമോട്ടോ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നാൽ ഈ അസുഖം എനിക്കുണ്ടെന്ന് അന്ന തന്നെ തുറന്ന് പറയുന്നു. കുറച്ച് എക്സസൈസ് കൂടി ചെയ്ത് ശരീരം പെർഫെക്റ്റ് ആക്കിയപ്പോൾ ചില യൂട്യൂബർമാർ ചോദിക്കുന്നത്, എക്സ്ട്രാ ഫിറ്റിങ്സൊക്കെ എടുത്തു മാറ്റിയോ എന്നൊക്കെയാണ് അവന്മാർ വിവരദോഷികൾ ചോദിക്കുന്നത്. ഒരു പെൺകുട്ടിയോട് അങ്ങനെ ചോദിക്കാമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. നല്ലൊരു മെലിഞ്ഞല്ലോ, എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ എടുത്ത് മാറ്റിയോ? അവൻ്റെ സഹോദരിയോടാണെങ്കിൽ ചോദിക്കുക. സുഹൃത്തുക്കളെ, ഞാൻ എക്സ്ട്രാ ഫിറ്റിങ്ങുകൾ ഉപയോഗിക്കാൻ മറന്നതല്ല. എൻ്റെ ശരീരഭാരം കുറയ്ക്കാൻ ഞാൻ വളരെയധികം പരിശ്രമിച്ചു. ഇപ്പോൾ എൻ്റെ വണ്ണം കുറഞ്ഞു എന്നാണ് അന്നരാജൻ പറയുന്നത്. ഇതിനൊപ്പം അന്നരാജൻ പറയുന്നത്, ഈ എല്ലാ യൂട്യൂബർമാരോടും എന്നെക്കുറിച്ച് കണ്ടൻറ്റ് ഉണ്ടാക്കുന്നവരും ഒരു കാര്യം മനസ്സിലാക്കുക. ഞാൻ ഇത്രയും കാലം നിശബ്ദത പാലിച്ചത് ഉത്തരം ഇല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് എന്നെക്കുറിച്ചുള്ള കണ്ടൻറ്റുകളാണ് നിങ്ങളുടെ വീട്ടിലെ കഞ്ഞിക്ക് വകയാകുന്നത് എന്ന് എനിക്കറിയാവുന്നത് കൊണ്ടാണ്. അന്നരാജിൻ്റെ ഒരു ഔദാര്യം എന്ന് വിചാരിച്ചാൽ മതി എന്നാണ് ആ കുട്ടി പറയുന്നത്. അതിനാൽ തുടരട്ടെ, പക്ഷേ നിങ്ങളുടെ സന്തോഷത്തിനായി മറ്റുള്ളവരെ വേദനിപ്പിക്കരുത്. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യം ചെയ്യൂ, പക്ഷേ അത് ദയോടെ ആയിരിക്കട്ടെ എന്നല്ലേ എന്നാണ് അന്നരാജൻ പറയുന്നത്. എനിക്ക് അന്നയോട് പറയാനുള്ളത്, ഒന്നുകിൽ എൻ്റെ പുഷ്കല ശരീരം ഒപ്പിയെടുത്ത് നിങ്ങൾ 10 കാശ് റേഷൻ വാങ്ങിക്കാനായിട്ട് എടുത്തോ എന്ന് പറ. അല്ലെങ്കിൽ എൻ്റെ ചീർത്ത ശരീരത്തിൻ്റെ പടങ്ങൾ എൻ്റെ പെർമിഷൻ ഇല്ലാതെ എടുത്ത് യൂട്യൂബിലിട്ട് കാശുണ്ടാക്കിയാൽ ഞാൻ സൈബർ കേസ് കൊടുത്ത് അകത്താക്കും എന്ന് പറ. ഇതിപ്പോൾ എന്താ അന്ന പറയുന്നതെന്ന് അന്നയ്ക്ക് തന്നെ പിടിയില്ല. പിന്നെ ഈ ബഹുവചനത്തിൽ കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. ഏകവചനമാണ് അന്നരാജ നല്ലത്. എല്ലാ യൂട്യൂബർമാരും അന്നയുടെ ഏറ്റ പടമെടുത്ത് യൂട്യൂബിലിട്ട് റേഷനുള്ള വക വാങ്ങുന്നവർ എന്നാരാണ് അന്നയ്ക്ക് പറഞ്ഞു തന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. 700ഓളം സ്റ്റോറികൾ ലൈറ്റ്സ് ക്യാമറ ആക്ഷനിൽ വന്നിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ടാണ് ഞാൻ അന്നരാജനെ കുറിച്ച് ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ വിവരം പറയുന്നത്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഞാനെങ്കിലും അന്നരാജൻ്റെ തടിയുള്ള ശരീരത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ട് വിറ്റ് റേഷൻ വാങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട് അങ്ങനെ അന്നയെ ഉപയോഗിക്കാത്ത. അപ്പോൾ അന്ന വിചാരിക്കുന്നത് എല്ലാ യൂട്യൂബർമാരും എൻ്റെ ചിലവിലാണ് കഴിയുന്നതാണ്. അത് വേണ്ട കേട്ടോ, അതങ്ങ് വിട്ടേക്ക്. നന്ദി, നമസ്കാരം.